ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. ഫൈസൽ ടേസ്റ്റി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തലശ്ശേരി മീൻ ബിരിയാണി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം തന്നെ മസാലയാണ് റെഡിയാക്കാൻ പോകുന്നത്. മസാല റെഡിയാക്കാനായി ആവശ്യത്തിനുള്ള ഉള്ളി ചെറുതായി അരിഞ്ഞെടുക്കുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ഇതേപോലെ ചതച്ച് വെക്കുക. ആവശ്യത്തിനുള്ള തക്കാളി ചെറുതായി അരിഞ്ഞ് വെക്കുക. പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപ്പ്, മുളക്, മഞ്ഞൾ ഇവ മാത്രമാണ് ഉപയോഗിച്ചത്. ഫിഷ് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അത് ചൂടായതിനു ശേഷം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണയാണ് ഇതിന് മസാലയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി വാടുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഉള്ളി നല്ലോണം വാടണം, എന്നാലേ ബിരിയാണീൻ്റെ മസാല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. മസാല കുറച്ച് സെറ്റായതിനു ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇവ മൂന്നും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. മീൻ പൊരിക്കുമ്പോൾ എങ്ങനെയായാലും പീസുകൾ ഉടഞ്ഞു പോകും. ഉടഞ്ഞു പോയ പീസെല്ലാം മസാലയിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാലക്ക് മീനിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും.
എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിച്ചപ്പും കൂടി റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക. ചെമ്പ് അടുപ്പത്ത് വെച്ചതിന് ശേഷം ചെമ്പ് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആ ഓയിലിൽ തന്നെ കുറച്ച് RKG കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചെറുനാരങ്ങ, കുറച്ച് പച്ചമുളക് നെടുകെ ചീന്തിയത്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഏലക്കായ, ഗ്രാമ്പു, പട്ട, കറുപ്പയില ഇവ കൂടി ഇട്ട് കൊടുക്കുക. അതെല്ലാം ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നമ്മളെ വെള്ളം ഇവിടെ തിളക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കൈ റെഡിയാക്കി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളെ അരി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. വെള്ളവും അരിയും ഒരേ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തീ ചെറുതായി കൊടുക്കുക. നമ്മുടെ ചോറ് ഏകദേശം റെഡിയായിട്ടുണ്ട്. അതിന് മുകളിൽ പൊരിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറിനി മസാലേൻ്റെ മുകളിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ചോറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കുറച്ച് RKG കൂടി അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം ഉണ്ടാവും ബിരിയാണീൻ്റെ. എന്നിട്ട് മൂടി വെക്കുക. നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്.
നല്ല അടിപൊളി തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡിയായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള. അപ്പോൾ നമ്മളെ മീൻ ബിരിയാണി ഇവിടെ റെഡിയായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.